സംസ്ഥാനത്ത് പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ല എന്നു തന്നെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. ഓവർലോഡ് ആകുമ്പോഴുള്ള സ്വാഭാവിക നടപടി മാത്രമെന്നും ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി പറഞ്ഞു. 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കും, എന്നാൽ പ്രശ്നങ്ങളൊക്കെ കഴിയും. 2 ദിവസം ചെറിയൊരു ട്രിപ്പ് ആകലുണ്ടാവും, അത്രയും ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ അല്ലാതെ വേറെ വഴിയില്ല. ഇലക്ട്രിക് കമ്മീഷൻ എല്ലാം പരിശോധിച്ചിട്ടല്ലേ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിലാണ് പോകുന്നത്. ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത പ്രോഫിറ്റാണ് ഉണ്ടായത്. അതിൽ കമ്മി വരും എന്നുള്ളത് തന്നെ പ്രതീക്ഷയുണ്ട്. അക്കൗണ്ടൊക്കെ നോക്കിയിട്ടല്ലേ പറയാൻ പറ്റും. എന്തായാലും സ്വയം എല്ലാവരും നിയന്ത്രിക്കാൻ വേണ്ടി. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, പക്ഷേ എത്ര ദിവസം എന്നുള്ളതാണ്. ഇപ്പം KCBക്ക് ആഭ്യന്തര ഉൽപാദനം കൂട്ടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്ന് സർക്കാർ വിശദീകരിക്കുന്നുണ്ടോ, അതോ കൂടുതൽ വിലയ്ക്ക് ഈ കറണ്ട് വാങ്ങാനുള്ള നീക്കങ്ങൾ എത്രയായി എന്നത് ബോധ്യപ്പെടുത്തുന്നുണ്ടോ? എന്താണ് ഔദ്യോഗികമായി കിട്ടുന്ന വിവരം? മാധു, എന്നാലും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നത് 2 ദിവസത്തിനകം തന്നെ ഈ വൈദ്യുതി പ്രതിസന്ധി മാറും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മന്ത്രി പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഈ പീക്ക് ഹവറുകളിൽ ഈ വൈദ്യുതി ഉപയോഗം നടത്തുന്നതിൽ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ജനങ്ങൾ തന്നെ സ്വയം കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ ആ നിയന്ത്രണം വരുന്നില്ല. കഴിഞ്ഞ ദിവസത്തിൽ ഉൾപ്പെടെ റെക്കോർഡ് വൈദ്യുതി ഉപയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ പീക്ക് ഹവറിൽ വൈദ്യുതി ഉപകരണങ്ങൾ ഡ്രിപ്പായി വീഴുന്നതാണ്. അല്ലാതെ എവിടെയും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ നടപ്പാക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതും സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ ഈ ലോഡ് ഷെഡിങ് നടപ്പാക്കി എന്ന രീതിയിലുള്ള ഒരു പ്രതീതിയും പ്രതിഷേധങ്ങളും ഉയർന്നു. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ് മന്ത്രി ആവശ്യപ്പെടുന്നത്. ഈ പീക്ക് ഹവറുകളിൽ വൈദ്യുതി ഉപയോഗം അത് റെക്കോർഡായി ഉയർന്ന സാഹചര്യത്തിൽ ട്രാൻസ്ഫോമറുകളുടെ കപ്പാസിറ്റി തീരുന്നു, ഡ്രിപ്പായി വീഴുന്നു. ഇതിൻ്റെ മാത്രം ഭാഗമായി കൊണ്ടുള്ള സ്വാഭാവിക നടപടി മാത്രമാണ് ഉണ്ടാവുന്നത്. അത് പവർ ഫെയിലിയർ ഉണ്ടാവുന്നു എന്ന് മാത്രമാണ്. അതല്ലാതെ ഇത്തരത്തിൽ ഒരു പവർ കട്ടോ അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങോ എവിടെയും ഉണ്ടായില്ല. ഏതായാലും ഈ പ്രതിസന്ധി 2 ദിവസത്തിനുള്ളിൽ തന്നെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ഈ വൈദ്യുതി വകുപ്പ് വലിയ ലാഭത്തിലാണ് പോകുന്നത്. ആ ലാഭം ഉപയോഗിച്ചുകൊണ്ട് അധിക നിരക്കിൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങും. ആ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെല്ലാം മറികടക്കാൻ സാധിക്കും. ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുമ്പോഴും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. മാധു, ശരി. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.